ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അഭിഷേക വിഘ്നം. ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർക്കുലമൗലി മാണിക്യമേ. യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരന്നൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദമവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനയം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തുൽപുത്രനായ ഭരതനെയും ബലാൽ തുൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ. മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും. കൗസല്യ തന്നെ പരിചരിച്ചിടുക
കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ, ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം ത്വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്നസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ടതിസന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമോദം കലർന്നു ചൊന്നിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയമിന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൂണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു പൂമേനിയും പൊടികൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മിഴികളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാളിനി
രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളതിനില്ല സംശയം. ഏതുമിതിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ത്രിവക്രയാം 3 വളവാണ്. കുബ്ജ കൂനിയുമാണ്. അത് ആ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ബാധിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ വരവ്. അങ്ങനെ ആ കുബ്ജയും ചിലതൊക്കെ മാനസേ കൽപ്പിച്ചുറച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം എന്ന് ഉറപ്പിച്ച് പ്രാസാദം ആ മണിമാളികയിലേക്ക്, കൈകേയി താമസിക്കുന്ന മണിമാളികയിലേക്ക് വന്നു. അങ്ങനെ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. ആകെ ധൃതി പിടിച്ചു വരികയാണ്. ഇതെന്താണിത്? അപ്പോൾ കൈകേയി ആ കൊട്ടാരത്തിലെ കിളിവാതിലിലൂടെ, കൈകേയിയുടെ അന്തഃപുരത്തിൽ നിന്ന്, ആ മട്ടുപ്പാവിൽ നിന്ന് ഒക്കെ കാണുമ്പോൾ രാജ്യം മുഴുവൻ അലങ്കരിച്ചത് കാണുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, കൈകേയിയെ നേരിട്ട് രാജാവ് ഇതുവരെ അറിയിച്ചിട്ടില്ല. രാജാവ് ആളാകെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ കൈകേയിയോടുള്ള പ്രണയമൊക്കെ തൽക്കാലത്തേക്ക് മറന്നിട്ട് മറ്റൊരു ഉത്തരവാദിത്വത്തിന്റെ തിരക്കിലാണ് രാജാവ്. അത് എപ്പോഴും അങ്ങനെയാണ്. മറ്റൊരു കാര്യത്തിനുള്ള ഉത്തരവാദിത്വം വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കും. അപ്പൊ ഇവിടെ അതാണ് സംഭവിച്ചത്. ഇവിടെ തൽക്കാലം കൈകേയിക്കല്ല പ്രാധാന്യം, രാമന്റെ അഭിഷേകം. അത് ഒരു ദിവസം മുൻപാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം. അപ്പൊ അവിടെ ഇപ്പൊ കൈകേയിയെ കുറിച്ച് ഓർക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ രാജാവ് ഇതൊക്കെ ഏൽപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൈകേയിയുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അപ്പൊ അതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കൈകേയി മന്ധരയോട് ചോദിക്കുന്നു, മന്ധരെ, ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. അപ്പോ കൈകേയിക്ക് മനസ്സിലൊരു തോന്നലുണ്ട്. നാളീകലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. എനിക്ക് തോന്നുന്നു രാമൻ അഭിഷേകമുണ്ടോ നാളെ? അതാണോ ഈ ഒരു ആഘോഷത്തിന് കാരണം? ഇങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെ കൈകേയി ചോദിക്കുമ്പോൾ മന്ധര അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൂ ഒന്നും അറിയാതെ. അങ്ങ് ഉറങ്ങിക്കോ, നല്ല സുഖല്ലേ? എന്തൊരു മൂഢയാണ് നീ. ചോദിക്കുന്നത് കേട്ടില്ല. ആ ചോദ്യവും കൂടെ അങ്ങോട്ട് ചൊടിപ്പിച്ചു മന്ധരയെ. കാരണം അത്ര സന്തോഷത്തോടെ ചോദിക്കുകയാണ്, രാമൻ അഭിഷേകമാണല്ലേ നാളെ എന്ന്. അത് കേട്ടതും മന്ധരയ്ക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അധികരിച്ചു. അതാണ് ചോദിക്കുന്നത്. ഗർവിതേ, നീ വലിയ സുന്ദരിയാണെന്നൊക്കെ വലിയ ഗർവിച്ച് നടന്നോളൂ. നിനക്ക് അതേ കൊള്ളൂ, നിന്നെ കൊണ്ട് അതിനെ കൊള്ളൂ. ഏറിയൊരാപത്ത് വന്നടുത്തു, നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. നീ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളൂ.
ഒരു വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിനക്ക്. മാത്രമല്ല നിനക്ക് ഒരു കൂട്ടിന് രാജാവ് പോലും ഉണ്ടാവില്ല, ആരും ഒരു ബന്ധു നിനക്ക് കൂട്ടിനുണ്ടാവില്ല, ഈ ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് എന്നർത്ഥം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനിമാർ കുല മൗലി മാണിക്യമേ. അപ്പൊ ഇവിടെ സൗന്ദര്യത്തെ വാഴ്ത്തുകയാണ്. കാമിനിമാർ കുലം, സുന്ദരിമാരുടെ കുലത്തിന് നീ ഒരു മൗലി മാണിക്യമാണ്, രത്നം കൊണ്ട് ഉണ്ടാക്കിയ മകുടമാണ് നീ, അത്രയും സുന്ദരിയാണ് നീ എന്നർത്ഥം. അപ്പോ എന്തിനാണ് ഇങ്ങനെ ചൊടിക്കുന്നത് എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഇത്തം അവൾ ചൊന്നത് കേട്ട് സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയ പുത്രിയും. അപ്പൊ ഇവിടെ ചൊടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ രാമൻ അഭിഷേകമുണ്ട് എന്ന് മന്ധര ഉറപ്പിച്ചു പറയുകയും കൂടെ ചെയ്തപ്പോൾ കേകയ പുത്രി അത്യധികമായ സന്തോഷത്തോടെ ചിത്രമായൊരു ചാമീകര നൂപുരം, വളരെ വിചിത്രമായ വളരെ വിശേഷപ്പെട്ട ഒരു ചാമീകരം, സ്വർണം കൊണ്ടുണ്ടാക്കിയ നൂപുരം, ഒരു പാദസരം എടുത്ത് ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ. വളരെ സന്തോഷത്തോടെ, കാരണം അത്രയും സന്തോഷമുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത് എന്ന ഭാവത്തിലാണ് കൈകേയി ഈ ഒരു സ്വർണ നൂപുരം ആ മന്ധരയ്ക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് മന്ധരെ, സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്ന് നീ ചൊല്ലുവാൻ കാരണം? ഈ ഇത്രയും സന്തോഷമുള്ള ഒരു വാർത്ത പറയുമ്പോൾ ആ വാർത്തയാണ് നാളെ നടക്കാൻ പോകുന്നതെങ്കിൽ ഈ കാലത്തിങ്കൽ എന്തൊരു താപം, ഇതിലിപ്പോ എന്താ ഇപ്പൊ സങ്കടപ്പെടാൻ, ആശങ്കപ്പെടാൻ ഉപാഗതം വന്നത് എന്ന് നീ ചൊല്ലുവാൻ കാരണം? ഞാൻ അറിഞ്ഞീൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ല. എന്തിന് ഇങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? നീ എന്തിനാണ് ഇങ്ങനെ ചൊടിക്കുന്നത്? ഞാൻ അറിഞ്ഞീൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് ഇവിടെ അങ്ങനെ സങ്കടപ്പെടാൻ എന്താ ഉള്ളത്? രാമൻ രാജാവാവുകയാണെങ്കിൽ എനിക്കതിലും വലിയ സന്തോഷമില്ല. കാരണം എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. എന്റെ രാമന് എന്നെ ആണ് മറ്റാരെക്കാളും ഇഷ്ടം എന്നത് നീ ഓർക്കണം. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. എനിക്കോ എന്റെ മകൻ ഭരതനേക്കാളും എനിക്കും ഇഷ്ടം രാമനെയാണ്. ഇനി രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം, ഒരു സംശയവും വേണ്ട. ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് രാമന് എന്നെയാണ് ഇഷ്ടം. സ്വന്തം അമ്മയായ കൗസല്യയെക്കാളും എന്നോട് അവന് പ്രിയമുണ്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്? മാത്രമല്ല ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. എന്നോടുള്ള ആ രാമകുമാരന്റെ ഭക്തി, വിശ്വാസം, ബഹുമാനം ഇതൊന്നും മറ്റാരോടും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട വസ്തു കിട്ടിയാൽ എനിക്ക് ആദ്യം കൊണ്ടുതരും. ഇഷ്ടമല്ലാതൊരു വാക്ക് പറയുകയില്ല, ഒട്ടുമേ ഭേദം അവനിലൊരിക്കലും. അവന്റെ അമ്മ കൗസല്യയിൽ നിന്നും എന്നോട് അങ്ങനെ ഒരു ഭേദവും അവനില്ല. ഇഷ്ടമല്ലാത്തൊരു വാക്കുപോലും അവൻ ഉച്ചരിച്ചിട്ടില്ല. അശ്രാന്തം ഒട്ടും മടികൂടാതെ എന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനയം പ്രീതിപൂർവകം. ഈ ഞാൻ പലതവണ അവന്റെ ശുശ്രൂഷ അറിഞ്ഞിട്ടുണ്ട്, അവൻ എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവന്റെ അമ്മയെ പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാളും ഒരു പടി മുകളിലാണ് അവൻ എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം. എന്നിട്ട് മന്ധരയോട് ചോദിക്കുകയാണ്, മൂഢേ, നീ ഇതൊന്നും അറിയാതെയാണ് പറയുന്നത്. നിനക്കെന്ത് രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്ത് പേടിക്കാനെന്നാണ് പറയുന്നത്? സർവജനപ്രിയനല്ലോ മമാത്മജൻ, എല്ലാവരെയും പ്രിയമാണ് എന്റെ മകൻ രാമന്. നിർവൈരമാനസനാണ്, ഒരാളോടും ദേഷ്യം ഞാനിതുവരെ കണ്ടിട്ടില്ല. ശാന്തനാണ്, ദയാപരനാണ്.
ഇതും കൂടെ അങ്ങോട്ട് കേട്ടപ്പോ കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ, പാപേ, ഓ ഇങ്ങനെയുണ്ടോ ഒരുവൾ, ഇത്രയും ബുദ്ധികെട്ട ഒരു സ്ത്രീ, മഹാഭയ കാരണം കേൾക്ക നീ. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെയല്ല. എന്താണ് നിനക്ക് വരാൻ പോകുന്ന ഭയമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തരാം. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞോ രാജാവ് ഇതുവരെയായിട്ട്? നീ എന്നോട് ചോദിച്ചറിയേണ്ടി വന്നില്ലേ? എന്താ അത്? അപ്പോ രാജാവ് പോലും നിന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇത്രയും നാളും നിന്നെ ഇങ്ങനെ മധുരമായ വാക്കുകളൊക്കെ പറഞ്ഞ് മയക്കി നീ ഒന്നും പരാതി പറയാത്ത വിധത്തിലാക്കിയെടുത്തു. എന്നിട്ടിപ്പൊ നോക്കൂ, രാമൻ അഭിഷേകം ചെയ്യാൻ പോകുന്ന വൃത്താന്തം പോലും നിന്നോട് പറഞ്ഞോ? ഇല്ല. അപ്പോ നിന്നെ വഞ്ചിച്ചില്ലേ രാജാവ്? നിന്നെ മാത്രമല്ല, ത്വൽപുത്രനായ ഭരതനെയും ബലാൽ, ഇപ്പൊ ഭരതനെ അടക്കം വഞ്ചിച്ചിരിക്കുകയാണ്. ത്വൽപ്രിയനായ ശത്രുഘ്നെയും, ഭരതനെയും ശത്രുഘ്നെയും വളരെ വിദഗ്ധമായിട്ട് നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇതും. നീ എന്താ വിചാരിച്ചത്? ഭരതനെ ഇഷ്ടത്തോടെ അവിടെ പോയി നിന്നോട്ടെ എന്നൊക്കെ സ്നേഹത്തോടെ വിചാരിച്ചു എന്നാണോ? അല്ല, ഇതൊക്കെ രാജാവ് മുൻകൂട്ടി വളരെ സൂത്രമായി, വളരെ സൂത്രത്തിൽ ആസൂത്രണം ചെയ്തതാണ്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നിന്നെയും മകനെയും വഞ്ചിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് രാജാവ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താ, ഭരതനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ചെയ്താൽ പോരെ? അപ്പൊ ഇതൊക്കെ രാജാവിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതികളാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്ക് നിർണയം. രാജാവ് രാമനാണെങ്കിലും അത് സൗമിത്രി, ലക്ഷ്മണൻ രാജാവാകുന്നതിന് തുല്യമാണ്. അപ്പോഴെന്താവുന്നു? ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ട്. സുമിത്രയ്ക്കും ഭാഗ്യായി. കാരണം രാമൻ രാജാവായാൽ അത് സ്വാഭാവികമായി ലക്ഷ്മണനും രാജാവാകുന്നത് പോലെയാണ്. അപ്പൊ സുമിത്രയ്ക്കും അതിൻ്റെതായ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. എന്നാൽ നീയോ? ഇതൊക്കെ കണ്ട് നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. നല്ല സുഖായി. നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, ഒന്നും ആലോചിക്കണ്ട. വരാൻ പോകുന്ന ആപത്തിനെ തിരിച്ചറിയാത്ത മൂഢേ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ ആ കൗസല്യയൊക്കെ പരിചരിച്ച് ഇങ്ങനെ കൂടുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടോളുക. ഇനി അതൊക്കെ നടക്കുള്ളൂ. ഇനിയോ കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. ഇനി രാമനെ പാദസേവ ചെയ്യുക, അതായിരിക്കും ഭരതൻ ചെയ്യാൻ പോകുന്നത്. ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. ഇവിടെ ഒരു രാജാവിന് കിട്ടുന്ന അധികാരത്തിന്റെ ഒരംശം പോലും നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കണ്ട. ഇത് മാത്രമല്ല, നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം. ചിലപ്പോ രാമൻ രാജാവായ നീ ഈ പറയുന്ന നിർവൈരമാനസനും ശാന്തനും ഇതൊന്നും ആയിരിക്കില്ല രാമനെ നീ കാണാൻ പോകുന്നത്. ഒരു പക്ഷേ തനിക്ക് ഭാവിയിൽ ഒരു ഭീഷണിയായേക്കാം എന്നതുകൊണ്ട് ഭരതനെ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം. അതുപോലും സംഭവിക്കാം. അതിലുമപ്പുറം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാ. ഒരു കുറ്റബോധവുമില്ലാതെ, ഒരു പക്ഷെ ആരും അറിയാതെ ഭരതനെ ഇല്ലാതാക്കാനും രാമൻ മടിക്കില്ല. ഇതൊക്കെ കൂടാതെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന് സാപത്ന്യജാത പരാഭവം കൊണ്ടുള്ള താപവും. സപത്നി എന്നാൽ ഭർത്താവിന്റെ മറ്റു പത്നിമാർ. അപ്പൊ ഇവിടെ കൗസല്യ രാജമാതാവാകും. നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മണനും അതിന്റെ എല്ലാ ആ ഒരു അധികാരവും കിട്ടും. അപ്പൊ സുമിത്രയ്ക്കും പ്രശ്നമല്ല. പിന്നെ ഇവിടെ ഇപ്പോ ആരാണ് ദാസിയെ പോലെ? നീ, കൈകേയിയായിട്ടുള്ള നീ സാപത്ന്യജാതം, സപത്നിമാരിൽ നിന്നുണ്ടാകുന്ന പരാഭവം, പരാജയം. എന്തുകൊണ്ട്? ഇത്രയും കാലം കൈകേയിക്കായിരുന്നു മേൽക്കോയ്മ.
രാജാവിന് ഇഷ്ടപ്പെട്ടവൾ എന്നർത്ഥത്തിൽ. ഇനി നോക്കിക്കോ, രാജാവിന്റെ സ്വഭാവവും മാറും. കാരണം രാമൻ രാജാവായി. ഇനി രാജാവിന് ആ ഒരു അന്തഃപുരത്തിൽ അല്ലെങ്കിൽ ആ ഒരു രാജസദസ്സിൽ രാമന്റെ അച്ഛൻ എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ അവിടെ രാജമാതാവായിട്ട് അടുത്ത് കൗസല്യയാണ്. ഇനി നിന്റെ കൂടെ കൊഞ്ചാനൊന്നും രാജാവ് വരാൻ പോകുന്നില്ല. അപ്പൊ നിന്നെ, അത് മാത്രമല്ല, ഇതുവരെ കൈകേയി തന്നെയാണ് രാജാവിന് പ്രിയം എന്നുള്ള അതിൻ്റെതായ ചില അഹങ്കാരമൊക്കെ കൗസല്യയോടും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം തീർക്കാതിരിക്കുമോ കൗസല്യ? അതുകൊണ്ട് അതാണ് പറഞ്ഞത്, സാപത്ന്യജാത പരാഭവം. നിന്നെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്നവരാണ് കൗസല്യയും സുമിത്രയും. അപ്പൊ അവർ കിട്ടിയ അവസരം മുതലെടുക്കും. നീ അവരുടെ ദാസിയെ പോലെ ഇങ്ങനെ കഴിയുന്നതിലും ഭേദം, അതാണ് താപവും പൂണ്ട് ധരണിയിൽ വാഴുകയിൽ നല്ലു, അതിലും നല്ലത് മരണം, അതിനില്ല സംശയം. ഇനി നിനക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ നിനക്ക് നല്ലതിനു വേണ്ടി ഞാൻ പറയുകയാണ്. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ. നിനക്ക് നല്ലതിനു വേണ്ടി പറയുകയാണ്. ഉത്സാഹമുണ്ട് ഇക്കാലം, അതായത് നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ, ഉത്സാഹം എന്നതുകൊണ്ട് സാമർഥ്യം, നിനക്ക് നേടിയെടുക്കാനുള്ള സാമർഥ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, ത്വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ. ഒരു സംശയവും വേണ്ട, നിന്റെ മകൻ ഭരതൻ രാജാവായിരിക്കും. അതുമാത്രമല്ല, ഭരതന് ഒരു ശല്യമായിട്ട് രാമൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് രാമൻ 14 വർഷം കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. ഇതൊക്കെ നിന്റെ സാമർഥ്യം പോലെ നടക്കും. എനിക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നാടടക്കം ഭരതന്നു വരും, അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. മാത്രമല്ല, ഈ 14 വർഷം കൊണ്ട് രാമനെയൊക്കെ ആളങ്ങ് മറക്കും. അതുപോലെ ഭരതൻ വളരെ ഗംഭീരമായിട്ട് രാജ്യം ഭരിക്കുകയാണെങ്കിലോ നാടടക്കം ഭരതന് വരും. നാട് മുഴുവൻ പിന്നെ ഭരതനെ മാത്രമേ ഓർക്കുള്ളൂ. അപ്പോഴെന്താവുന്നു? അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം. അപ്പൊ പിന്നെ നീ ആരാണ്? രാജമാതാ വേണമെന്നാകിൽ. ഇനി ഇതൊക്കെ എങ്ങനെയാ സാധിക്കാന്ന് ഒന്നും നിനക്കൊരാശയം തോന്നുന്നില്ലെങ്കിൽ അതിനൊരു ഉപായവും, പ്രാണസമേ, എനിക്ക് നീ പ്രാണന് തുല്യാണ്. നീ ദുഃഖിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണസമയെ തവ ചൊല്ലിത്തരുവൻ ഞാൻ പറഞ്ഞു തരാം. അതിനൊക്കെ എനിക്ക് ഉപായമുണ്ട്. മുന്നം പണ്ട് സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം, ആ ഒരു സൗഹാർദ്ദത്തിന്റെ പേരിൽ മഹേന്ദ്രൻ അർത്ഥിക്കയാൽ ആ ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നുടെ സൈന്യസമം തേരിലേറിനാൻ നിന്നോടുകൂടവേ. അന്ന് ആ കാലത്ത് കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള സമയമായതുകൊണ്ട് നിന്നെയും കൊണ്ടുപോയി വിണ്ണിലകം പൂക്കൂ. അങ്ങനെ ആ സ്വർഗലോകത്തെത്തിയിട്ട് സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ, അങ്ങനെ അസുരന്മാരോട് രാജാവ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ചിഹ്നമായി വന്നു രഥ അക്ഷകീലം. രഥത്തിന്റെ ആ ആണി ഇളകിപ്പോയി. പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. എന്നാൽ ഇതൊന്നും ദശരഥൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ആ രഥത്തിന്റെ ചക്രം അങ്ങനെ ഇളകുന്നത് കണ്ടിട്ട് സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം, ഇത് കണ്ട നീ ധൈര്യസമേതം നിന്റെ കൈ എടുത്തിട്ട് ആ ആണിക്ക് പകരം നീ അവിടെ ഹസ്തദണ്ഡം, നിന്റെ കൈ സമാവേശ്യ അവിടെ വെച്ചിട്ട് ധൈര്യേണ, വളരെയധികം ധൈര്യത്തോടു കൂടെ നീ ചിത്രമത്രേ, വളരെ വിചിത്രമാണ്, പതി പ്രാണരക്ഷാർത്ഥമായി, ഭർത്താവിന്റെ പ്രാണരക്ഷാർത്ഥം നീ അങ്ങനെ ചെയ്തില്ലേ? യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും, നീ ആ യുദ്ധം കഴിയുന്നതുവരെ ഒരിളക്കവും തട്ടാതെ അവിടെ നീ നിന്നതും, നീ ഇതൊക്കെ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ സ്വാഭാവികമായും നമുക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്. ഇത്രയും
എന്താണ് വേഗതയിൽ പോകുന്ന ഒരു തേരിന്റെ ആ ആണിക്ക് പകരം കൈ കൊണ്ടുവച്ചാൽ അത് ഇളകിപ്പോവില്ലേ? അത്രക്കൊക്കെ ഇരുമ്പ് കൊണ്ടല്ലല്ലോ കൈകേയിയുടെ കൈ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, ഒരു ആചാര്യൻ പറഞ്ഞത് കേട്ടതാണ്, കൈകേയി ഒരു സാധാരണ സ്ത്രീകളെ പോലെ അല്ലായിരുന്നു, എല്ലാ യുദ്ധമുറകളും പരിശീലിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ഷത്രിയ സ്ത്രീയുടെ ആ ഒരു ശൗര്യവും ഒപ്പം തന്നെ ആ കായബലവും, ഒരു ക്ഷത്രിയ പുരുഷന്മാർക്കുള്ളതുപോലെ ഒരു കായബലം കൈകേയിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണത്രേ കൈകേയി സ്വന്തം രാജ്യത്ത് വളർന്നു വന്നത്. എല്ലാ യുദ്ധമുറകളും പഠിച്ചുകൊണ്ടാണത്രേ വളർന്നത്. ഇങ്ങനെ ഒരു ആചാര്യൻ പറഞ്ഞു കേട്ടതാണ്. ഒപ്പം മറ്റൊരു കാര്യം പാതിവൃത്യത്തിന്റെ ശക്തിയാണ്. പാതിവൃത്യത്തിന് അപാരമായ ശക്തിയുണ്ട്. ഇവിടെ കൈകേയിയുടെ ആ ഒരു ഉദ്ദേശം തന്റെ ഭർത്താവിന്റെ പ്രാണൻ രക്ഷിക്കുകയാണ്. അങ്ങനെ വരുമ്പോ നമുക്കൊരു അപാരമായ ശക്തി, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മനസ്സിന് ബലം കൂടുമ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു ബലം വരും. അപ്പൊ അങ്ങനെ ഒരു ശക്തി കൂടെ കൈകേയിലേക്ക് അങ്ങോട്ട് ആവേശിച്ചിട്ടുണ്ടാവണം. അതായിരിക്കാം ഇങ്ങനെയൊരു കൈ അവിടെ വച്ചിട്ടും അതങ്ങനെ അങ്ങ് സ്വാഭാവികമായി നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അത് ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നോക്കിയാൽ അവിടെ കൈ മുറിയാതെ, എന്തായാലും ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാ പോലും കൈ മുറിയാതെ കൈകേയി രക്ഷപ്പെടാൻ കാരണം ഈ രണ്ട് കാരണങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. പിന്നെ കഥയാണ്, നമുക്ക് ഒരുപാട് അങ്ങ് ചോദ്യം ചെയ്താൽ നമുക്ക് എവിടെയും ഉത്തരം കിട്ടില്ല. അപ്പോ ഇങ്ങനെയൊക്കെ നീ ചെയ്തു. ഇങ്ങനെ ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ. അപ്പൊ രാജാവ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് യുദ്ധനിവൃത്തനായതിനു ശേഷമാണ്, എല്ലാം കഴിഞ്ഞതിന് ശേഷം. ആ സമയത്താണ് ചോര ഒലിപ്പിച്ച് കൈ ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുന്നത് കണ്ട്, നിൻ തൊഴിൽ കണ്ട്, നീ ചെയ്ത ആ പുണ്യപ്രവൃത്തി കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ട് പറഞ്ഞിതു ഭൂപനും. സന്തോഷാധിക്യം. അല്ലെങ്കിലേ കൈകേയി അത്രയും പ്രാണപ്രിയയാണ്. അതിന്റെ കൂടെ തന്റെ പ്രാണനെ രക്ഷിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭർത്താവിന്റെ സന്തോഷം, ആ സന്തോഷ അതിരേകത്താലാണ് നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ നീ ഇപ്പോൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചുകൊണ്ട്, അതുമൂലം നീ എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് നിനക്ക് ഞാൻ 2 വരം തരാം. വരിച്ചുകൊണ്ടാലും നീ അത് സ്വീകരിച്ചുകൊള്ളുക. ഭർതൃവാക്യം കേട്ട് നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്ന് ചൊന്നിയിടിനാൾ. അപ്പൊ ആ സമയത്തുള്ള നിന്റെ ആ സന്തോഷാധിക്യം കൊണ്ട്, കാരണം ഭർത്താവിന്റെ അനുമോദനം തന്നെയായിരുന്നു ആ സമയത്ത് നിനക്ക് വലുത്, ഭർത്താവിന്റെ പ്രാണൻ രക്ഷിക്കാൻ പറ്റിയതിലുള്ള ആ ഒരു ചാരിതാർത്ഥ്യവും, ആ ഒരു സന്തോഷാധിക്യം കൊണ്ട് നീ ദത്തമായൊരു വരദ്വയം, നിനക്ക് കിട്ടിയ ആ 2 വരം സാദരം ന്യസ്തം ഭവതി മയാ എന്ന് പറഞ്ഞു. അതായത് ന്യസ്തം എന്നാൽ അങ്ങയിൽ തന്നെ വെച്ചുകൊള്ളുക, എന്നാൽ വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. ന്യസ്തം അവിടെ അങ്ങനെ ഡെപ്പോസിറ്റ് പോലെ അവിടെ വെച്ചിരിക്കുന്നു. മയാ എന്നാൽ ഞാനിതാ അങ്ങയിൽ തന്നെ അത് വെച്ചിരിക്കുന്നു, അങ്ങനെ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നൃപതീശ്വര എന്ന് നീ അന്ന് രാജാവിനോട് പറഞ്ഞു. ഒപ്പം അത് പൂർണമായും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ, ഞാൻ ഇനി എപ്പോഴെങ്കിലും ഈ വരം വേണം എന്ന് പറഞ്ഞാൽ ഊനം വരാതെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് തരികെന്നതേ വേണ്ടൂ, അങ്ങ് എനിക്ക് തന്നാൽ മതി, ഇപ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല, എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ.
അപ്പോൾ ഇവിടെ മന്ധര ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, നീ ഇതൊക്കെ മറന്നു പോയോ കൈകേയി? അന്ന് നീ ആ പറഞ്ഞ 2 വരം ഞാൻ എന്നെങ്കിലും ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ ആ വരം ഇന്ന് നീ ചോദിക്കുക. അപ്പൊ ആർക്കെങ്കിലും വാഗ്ദാനമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ വാങ്ങിക്കുമെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. അല്ലെങ്കിൽ അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ ചോദിക്കുക പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാഗ്ദാനമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇത് നമുക്കൊക്കെ ഉള്ളൊരു പാഠമാണ്. അപ്പോൾ ഇവിടെ മന്ധര പറയുകയാണ്, ഞാനും മറന്നു കിടന്നിതു മുന്നമേ. സത്യത്തിൽ ഞാനും ഇതൊക്കെ ഞാൻ മറന്നുപോയിരുന്നു. പക്ഷെ മാനസേ തോന്നി ബലാൽ, വളരെ ബലാത്കാരമായി, നമ്മൾ പറയില്ലേ, ഒരു എന്റെ മനസ്സിലിരുന്ന് അതങ്ങനെ ശക്തിയായിട്ട് തോന്നിപ്പിച്ചു. അങ്ങനെ ബലാൽ, എന്തുകൊണ്ട്? ഈശ്വരാജ്ഞയ. തീർച്ചയായും ഇതൊരു അനുഗ്രഹമാണ്. അവരെ സംബന്ധിച്ച്, മന്ധരയെ സംബന്ധിച്ച് ഇത് വീണ് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഇത് ഞാൻ മറന്നുപോയിരുന്നു. ഇപ്പോഴെനിക്കെന്തോ ആ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോ ഓർത്തു. ഇനി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ധീരതയോടിനി നിന്റെ മനസ്സിളകിപ്പോവരുത്. കാരണം കൈകേയി യഥാർത്ഥത്തിൽ ആളൊരു ശുദ്ധയാണ്. അതുകൊണ്ടാണ് മന്ധര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന്. അപ്പൊ ഈ ഒരുപാടങ്ങ് ശുദ്ധത കൂടിപ്പോയാലും ശുദ്ധത മാത്രം പോരാ, നമുക്ക് ആ മനസ്സിന് ബലം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്കൊരു ഉറപ്പ് വേണം. അല്ലാതെ മറ്റുള്ളവർ പറയുമ്പോൾ ഇങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സ് എപ്പോഴും അത് പലർക്കും അത് അപകടത്തിനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശുദ്ധത്തരം, ഒരു മണ്ടനാകുന്ന ശുദ്ധത്തരം അത് നല്ലതിനല്ല. നമ്മൾ വിവേകത്തോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇളകിപ്പോവരുത്. അപ്പൊ ഇവിടെ ആ ശുദ്ധത്തരമാണ് കൈകേയിയെ പിന്നീട് ഒരു വില്ലത്തിയാക്കി മാറ്റിയത്. അങ്ങനെ ധീരതയോടിനി ക്ഷിപ്രം, ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ക്രോധാകാരം. അപ്പോ ദേഷ്യം പിടിച്ചാൽ പോയി കിടക്കാൻ ഒരു മുറിയൊക്കെ ഉണ്ട്, അതാണ് ക്രോധാകാരം. അങ്ങനെയുള്ള ആ മുറിയിൽ പ്രവിശ്യ പോയിട്ട് കോപേന കിടക്ക, നീ ആകെ കോപം പൂണ്ട്, കാണുമ്പോ തന്നെ മനസ്സിലാകണം അത്രയും ദേഷ്യത്തിലാ നീന്ന്. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർക്കൂന്തൽ, നിന്റെ ആ സുന്ദരമായ മുടിയൊക്കെ അഴിച്ചിട്ട്, പൂമേനിയും, നിന്റെ സുന്ദരമായ പൂമേനി പൊടി കൊണ്ടണിഞ്ഞ് നിലത്ത് കിടക്കണം, വെറും നിലത്ത് അങ്ങോട്ട് കിടന്നേക്കണം. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും, നല്ല വസ്ത്രമൊന്നും ഇട്ട് പോവരുത്. തീരാലെ മുഖവും മിഴികളും നന്നായി നനച്ച് കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക വരദ്വയം. കരഞ്ഞുകൊണ്ട് പറഞ്ഞോളണം. രാജാവിന് കൈകേയി ഒന്ന് മുഖം വാടിയാൽ തന്നെ രാജാവ് പോയി കഴിഞ്ഞു. അപ്പൊ പിന്നെ കരഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അത് മാത്രമല്ല, വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വരദ്വയം അർത്ഥിച്ചുകൊള്ളുക എപ്പോൾ? ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. ആദ്യം തന്നെ കേറി ആ വരങ്ങൾ പറയരുത്, ചോദിക്കരുത്. അപ്പൊ ചിലപ്പം ഭൂപതി രാജാവ് മെല്ലെ ഒന്ന് ഇളകിപ്പോയെന്നൊക്കെ വരാം. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം പറയാം, എനിക്കത് സാധിച്ചു തരുമെന്ന് സത്യം ചെയ്യണം എന്ന് രാജാവിനെ കൊണ്ട് ആദ്യം സത്യം ചെയ്ത് വാങ്ങിക്കണം. എന്നിട്ട് മാനസം ഉറപ്പിച്ച്, അപ്പോഴും നിന്റെ മനസ്സ് ഇടറിപ്പോവരുത്. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് രാമൻ പാവമാണെന്നൊക്കെ, അതൊന്നും അങ്ങനെ വരരുത്. അപ്പൊ നിന്റെ മനസ്സിന്റെ ഈ ഒരു കാഠിന്യം അത് വിടാതെ നോക്കുകയും വേണം. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് പിന്നീട് അർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ആദ്യം ഈ സത്യം അങ്ങോട്ട് വാങ്ങി വെക്കണം, എന്നിട്ടേ വരദ്വയം പറയാൻ പാടുള്ളൂ, ആ 2 വരം ചോദിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോ കൈകേയിയുടെ മനസ്സങ്ങ് തിരിഞ്ഞു. കാരണം എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരാളിന്റെ ദാസിയാവുക, കാരണം ഇത്രയും നാളും രാജാവിന് പ്രിയപ്പെട്ടവളായിട്ട് അങ്ങനെ അങ്ങോട്ട് വിലസി നടന്നതാണ്. അപ്പോ ഇനി പെട്ടെന്ന്, അതുവരെ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല, പക്ഷെ മന്ധര പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ എന്ന് കൈകേയിക്കും തോന്നിത്തുടങ്ങി. അങ്ങനെ
മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയും. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇതങ്ങോട്ട് മനസ്സ് കയറിയപ്പോ പിന്നെ ആലോചനയൊക്കെ പോയി. ആലോചന പോയാൽ ബുദ്ധി കെടും, ബുദ്ധി കെട്ടാൽ സർവനാശമാണ്. എന്നിട്ട് പഥ്യം ഇതൊക്കെ തനിക്കെന്ന് മന്ധര പറഞ്ഞതാണ് എനിക്ക് പഥ്യം, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതെന്റെ ഹിതം, ഇതാണ് മന്ധര പറഞ്ഞത്, മന്ധര പറഞ്ഞതാണ് എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കൽപ്പിച്ച് ചിത്തമോഹേന ആകെ വ്യാമോഹിതയായ മനസ്സോടുകൂടി കോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാൾ. കൈകേയി മന്ധരയോട് പറയുകയാണ്, ഇനി രാഘവൻ കാനനത്തിന് പോവോളവും, ഉറപ്പിച്ച് പറയുകയാണ്, രാമൻ കാനനത്തിന് പോകുന്നിടം വരെ ഞാൻ ഇവിടെ കിടന്നിടുവൻ അല്ലായെങ്കിൽ, ഇനി രാജാവ് എന്തെങ്കിലും ഒരിളക്കം പറയുകയാണെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഒരു സംശയവും വേണ്ട, ഞാൻ എന്റെ ജീവനെ കളഞ്ഞിടും. ഭൂപരിത്രാണാർത്ഥം ഇന്ന് ഭരതന്. അപ്പൊ മന്ധരയോട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെയൊക്കെയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പോ ഭൂമിയെ പരിത്രാണം രക്ഷിക്കാൻ വേണ്ടി ഇന്ന് തന്നെ, ഇന്നാണ് ഇനി രാമന് അഭിഷേകം ചെയ്യേണ്ടത്, ഇന്നാണ്. അപ്പൊ ഇന്ന് ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ, ഭരതന് ഭൂപതി അഭിഷേകം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. അപ്പൊ മന്ധരക്ക് കൊടുക്കുന്ന വാക്കാണ് കൈകേയി. ഞാൻ ഈ പറഞ്ഞത് പ്രകാരം ഭരതനെ രാജാവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മന്ധരെ നിനക്ക് ഞാൻ വേറെ 100 ദേശങ്ങൾ, ഗ്രാമങ്ങൾ തരാം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം. അപ്പൊ മന്ധര പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ഇത് നടക്കുമെന്ന്, നിന്റെ മനസ്സിളകി പോവാതിരുന്നാ മതി. അതാണ് ഏതും ഇതിന് ഒരു ഇളക്കം വരായി, നിന്റെ മനസ്സിന് ഒരു തരി പോലും ഇളകാൻ പാടില്ല, കഠിനമാക്കി വെച്ചോളാം. എന്നിട്ട് ചേതസി ചിന്തിച്ച കാര്യം വരും, ഒരു സംശയവും വേണ്ട. കാരണം രാജാവിന് ഇവർക്കറിയാലോ, കൈകേയിയുടെ ഒന്ന് മുഖം വാടിയാൽ തന്നെ രാജാവ് ആകെ വിഷമത്തിലാകും. അപ്പൊ കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞാൽ തീർച്ചയായും രാജാവിന് അത് സാധിപ്പിച്ചേ അടങ്ങുള്ളൂ. അങ്ങനെ ആ രീതിയിലാണല്ലോ അവരുടെ ബന്ധം എന്ന് പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. മന്ധര പറഞ്ഞതുപോലെ അങ്ങോട്ട് അനുഷ്ഠിച്ചു. അപ്പൊ ഇനി എഴുത്തച്ഛന്റെ ഒരു വലിയൊരു ഉപദേശമാണ്, ധീരനായി ഏറ്റവും ദയാന്വിതനായി, നിങ്ങൾ ഒരു ധീരനായിരിക്കാം, ദയാന്വിതനായിരിക്കാം, ഗുണാചാര സംയുക്തനായി, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടായിരിക്കാം, നീതിജ്ഞനായി, എല്ലാ നീതിയോടും കൂടെ ന്യായവും നീതിയും ഒക്കെ ഉള്ള ആളായിരിക്കാം, നിജ ദേശിക വാക്യസ്ഥിതനായി, ദേശിക എന്ന് വെച്ചാൽ ഗുരു, യഥാർത്ഥ ഗുരു എന്നതിനേക്കാളും നമുക്ക് ഇടക്കൊക്കെ വഴികാട്ടിയായി വരുന്ന ചില ഗുരുക്കന്മാരുണ്ട്, അവരെയാണ് ദേശിക ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ പറയുന്ന വാക്ക് കേട്ടിട്ട് വാക്യസ്ഥിതനായി, സുശീലനായി, വളരെ നല്ല സ്വഭാവത്തോടെ, ആശയശുദ്ധനായി, നമുക്കൊരാശയമുണ്ടെങ്കിൽ അതിൽ തന്നെ ദൃഢതയോടെ പ്രവർത്തിക്കുന്നവർ, അതിൽ നിന്ന് ഇളകാത്തവർ, വിദ്യാനിരതനായി, നല്ല അറിവുള്ളവർ, ഇങ്ങനെയൊക്കെ ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സുഹൃത്ത് മതി, ഇങ്ങനെ ഒരാൾ. ദുഷ്ടസംഗം കൊണ്ട് ഇത്തരത്തിലുള്ള ദൂഷണം, വിഷം പുരട്ടിയ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നാൽ കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. നിങ്ങൾ സജ്ജനങ്ങളൊക്കെ നിന്ദിക്കുന്ന ഒരാളായി മാറിപ്പോകും. അതുകൊണ്ട് ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇത്തരത്തിൽ വിഷവാക്കുകൾ പുരട്ടുന്ന ആളുകളെ, അത് നിങ്ങൾക്ക് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും ബന്ധുവാണെങ്കിലും ശരി, അകറ്റി തന്നെ നിർത്തണം. പ്രയത്നേന, ഒട്ടും എളുപ്പമല്ല. കാരണം നമുക്കൊരു പക്ഷെ അങ്ങനെ അങ്ങ് അറുത്ത് മുറിക്കാൻ പറ്റാത്ത ബന്ധമൊക്കെ ആയിരിക്കാം ആൾ. പക്ഷെ
ബുദ്ധിപരമായിട്ട് പ്രയത്നേന ഇങ്ങനെ ചെയ്യണം. സത്പുമാൻ, നിങ്ങളൊരു സജ്ജനമാണെങ്കിൽ, പ്രത്യേകിച്ച് ആത്മീയതയിലൊക്കെ പോകുന്ന ആളുകൾ, മനസ്സിനെ ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളെ ദുഷിപ്പിക്കുന്ന ഒന്നാണ് പരദൂഷണം. അത് പറയുന്നത് മാത്രമല്ല, കേൾക്കുന്നത് പോലും നമ്മളെ ദുഷിപ്പിക്കും. അപ്പോ കേൾക്കുന്നതിനെ അവരെ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കേൾക്കാതിരിക്കണം. അതേ നിവൃത്തിയുള്ളൂ. അല്ലാതെ അവര് പറയട്ടെ, ഞാൻ പറയാതിരുന്നാ പോരെ എന്നൊന്നും ചിന്തിക്കരുത്. അവർ പറയുന്നതും പ്രോത്സാഹിപ്പിക്കരുത്, നമ്മളായിട്ട് പറയുകയും ചെയ്യരുത്. കാരണം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് ആത്മീയത. അപ്പോ ഈ ആന കുളിച്ചു കഴിഞ്ഞാൽ വീണ്ടും മണ്ണ് വാരി ശരീരത്തിൽ എറിയും എന്ന് കേൾക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ ആവരുത്. ആ ഒരു ആത്മീയതയിലുള്ള ആ ഒരു സാധനയൊക്കെ അനുഷ്ഠിച്ചിരിക്കുന്ന നമ്മൾ, അങ്ങനെയുള്ള ആളുകൾ വീണ്ടും ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന പരദൂഷണങ്ങളിലൊന്നും പറഞ്ഞ് നേരം കളയരുത്. അത് നമ്മളെ ദുഷിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ അത് മനസ്സിലെപ്പോഴും ഓർത്തു വെക്കണം. ഇത് എഴുത്തച്ഛൻ നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഉപദേശമാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണ്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം എന്നത് അഞ്ജനം എന്നാണ് അർത്ഥം. കൺമഷി, നല്ല ഔഷധക്കൂട്ടുള്ള കൺമഷി. അപ്പോ അതിനെ കൺമഷി എന്നും എടുക്കാം. അതല്ലെങ്കിൽ കുറേ നാളിങ്ങനെ നമ്മൾ അഴുക്ക് പറ്റി നമ്മുടെ ശരീരത്തിൽ തന്നെ അണിഞ്ഞ സ്വർണം ഇടയ്ക്കിടെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അല്ലെങ്കിൽ അതാകെ അഴുക്ക് പുരണ്ടും കാണാൻ തന്നെ ഭംഗിയുണ്ടാകില്ല. അപ്പൊ അങ്ങനെ അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ സ്വർണം പോലും നിഷ്പ്രഭമാണ്. അതിന്റെ ആ ഒരു പ്രഭയൊക്കെ മങ്ങിപ്പോകും. ഇതേപോലെ മാത്രമല്ല, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ശുദ്ധമായ വെള്ളം, പാല്, ഇവയിലൊക്കെ ഒരു തുള്ളി വിഷം മതി, അത് ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് ദുർജന സംസർഗം, സജ്ജനങ്ങളുമായി സംഘം കിട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ദുർജന സംസർഗം അതൊരു വിധത്തിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിന് ദുർജനം എന്നതുകൊണ്ട് ഭയങ്കര കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ഈ വെറുതെ ആളുകളെ കുറ്റപ്പെടുത്തുക, പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. അത് നമ്മളെയും ബാധിക്കും. അത് കാലക്രമേണയാണ് ബാധിക്കുക, അത് പെട്ടെന്നൊന്നുമല്ല. ഇത് സ്ലോ പോയിസൺ പോലെയാണ്. അതുകൊണ്ട് അത് തീർച്ചയായും വർജിക്കണം, അത് ഉപേക്ഷിക്കുക തന്നെ വേണമെന്ന് എഴുത്തച്ഛൻ നമ്മെ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ്. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകം പുക്കരുളിയിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായോരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചിതതിൻ മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിൻ തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ. എന്നതു കേട്ടു ഭയേന മഹീപതി
ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയുമിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പനവന ഞാൻ. അർത്ഥവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായിക മാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായങ്ങു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടുമിച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ. കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷസി വനത്തിന്നു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിൽ. വജ്രമേറ്റത്രി പതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ
ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ, ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ, മൃത്യുസമയമുപസ്ഥിതമാകയോ. കിം കിം ഏതൽ കൃതം ശങ്കരാ ദൈവമേ, പങ്കജലോചനാ ഹാ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ, ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ, എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തോരോ കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാക, ഭൂമിപതിയായി ഭരതനിരുന്നാലും. എന്നൂ പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപദേ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ. എന്നുട ജീവന ഞാൻ കളഞ്ഞിടുവൻ, മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ, എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം, യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും, ഭൂമിപദേ വൃഥാ മിഥ്യയാക്കിടൊല. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും, രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി. സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ. രാമ രാമേതി രാമേതി പ്രലാപേന, യാമിനീ പോയിതു വത്സരതുല്യയായി. ചെന്നാനരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങളെന്നിവയെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയിയും. ക്ഷിപ്രമവര നിവാരണവും ചെയ്താൾ, വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും.
അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വിശലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടതഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതിരമ്യ മകരായുധമണികുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛദലോചന ഭംഗിയും പുണ്ടരീകാരാദിമണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകൂള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീരെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിടുമൂരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജബാണ നിഷങ്കാഭ ജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാമഘ്രീതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൗത്സുഖ്യമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണുമുഴുകിയും പിന്നെയും പൊങ്ങിയും വാണീടിനാർ പുരവാസികളാദര. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്ര അഭ്യുദയം, പങ്കജനേത്രനായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ അഭ്യുദയം, ഉയർച്ച വരാനിരിക്കുന്ന ആ ഒരു നാളുകളിൽ ഒന്നിനും ഒരു കുറവും വരരുത് എന്ന ആ ഒരു ഉദ്ദേശത്തോടെ അഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും
എല്ലാം വേണ്ട വിധത്തിൽ ചെയ്യാൻ മന്ത്രിമാരോടൊക്കെ പറഞ്ഞുകൊണ്ട് അന്തഃപുരം അകം പുക്കരുളിയിടിനാൻ. നേരെ അന്തഃപുരത്തിൽ വന്നു. എന്നാൽ അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എന്നും അന്തഃപുരത്തിൽ ഇരിക്കുന്ന കൈകേയിയെ കാണാതെ എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ തന്റെ ഉള്ളിൽ നിരൂപിച്ചിതീദൃശം ആലോചിക്കുകയാണ്. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ, സാധാരണ ആ അന്തഃപുരത്തിൽ ഞാൻ എത്തുമ്പോഴേക്കും മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുരാ, എപ്പോഴും ഞാൻ വരുമ്പോഴേക്കും അവിടെ കാത്തു നിൽക്കാറുണ്ടായിരുന്നല്ലോ. സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയിനാൾ, ആ സുന്ദരിയായിട്ടുള്ള കൈകേയി ഇന്ന് എവിടെ പോയി? അവളെ കാണാതെ മന്ദമാകുന്നിതുന്മേഷം എൻ മാനസേ, ആകെ ഒരു ഉന്മേഷത്തിലാണ് വന്നത്. രാമാഭിഷേകം നടക്കുന്നതിന്റെ ആ ഒരു ആവേശം അത് കൈകേയിയെ അറിയിക്കാനൊക്കെയാണ് വന്നത്. പക്ഷേ ആ ഉന്മേഷമൊക്കെ മന്ദമാകുന്നു, ആകെ അത് ഇല്ലാതായി പോവുകയാണല്ലോ എൻ മാനസേ, എന്റെ മനസ്സിൽ നിന്ന്. അപ്പോൾ അവിടെ ദാസികളെ കണ്ടു. ചൊല്ലുവിൻ ദാസികളെ, ഭവത് സ്വാമിനി, നിങ്ങളുടെ സ്വാമിനിയായിട്ടുള്ള കല്യാണഗാത്രി, ആ സുന്ദരഗാത്രി മറ്റെങ്ങു പോയിടിനാൾ, ഇവിടെയല്ലാതെ വേറെ എവിടെയാ പോയത്? ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവിതൻ ആളികൾ തോഴിമാർ അവർ ഇങ്ങനെ പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം, ക്രോധാലയത്തിലേക്ക് പോകുന്ന കണ്ടു. പക്ഷേ അതിന്മൂലം എന്തുകൊണ്ടാണ് ക്രോധാലയത്തിൽ പോയത് എന്ന് ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. തത്രഗത്വ, അവിടെ പോയിട്ട് നിന്തിരുവടി അങ്ങ് തന്നെ ദേവിതൻ ചിത്തമനുസരിച്ചിടുക, എന്താണ് ദേവിയുടെ മനസ്സിലെന്ന് അറിയുക വൈകാതെ. എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. വേഗം ചെന്നിട്ട് പോയി മന്ദമന്ദം തലോടി ചോദിച്ചു, പ്രിയേ സുന്ദരി, ചൊല്ലെന്തിതു വല്ലഭേ, എന്താ പറ്റിയ നിനക്ക്? നാഥേ, വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോട് ആകെ വിഷമിച്ചിട്ട് കിടക്കുന്നതെന്തു നീ? ചേതോ വിമോഹനരൂപേ, കാണുന്നവർക്ക് അത്രയും മോഹനം, സുന്ദരിയായിട്ടുള്ളല്ലയോ സുന്ദരി, ഗുണശീലെ, എല്ലാ സദ്ഗുണത്തിനും അധിഷ്ഠാനമായിട്ടുള്ളല്ലയോ ഗുണശീലെ, ഖേദമുണ്ടായതെന്തെന്നോട് ചൊല്ലുകടോ, എന്താ നിന്റെ ഈ വിഷമത്തിന് കാരണം പറയൂ. എന്നിട്ട് പറയുകയാണ്, മത് പ്രജാവൃന്ദമായുള്ളവരാരുമേ, എന്തായാലും എന്റെ ഒരു വിശ്വാസം നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആരും വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. വിപ്രിയമായിട്ടുള്ളത്, അപ്രിയമായിട്ടുള്ളത് നിനക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇനി ഒരു പക്ഷേ ഞാൻ അറിയാതെ നാരികളോ ഏതെങ്കിലും സ്ത്രീയോ നരന്മാരോ ഏതെങ്കിലും പുരുഷന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ, ആരാണ് ഭവതിക്ക് അപ്രിയമായിട്ടുള്ളത് ചെയ്തത്? ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും അങ്ങനെ ഒരാൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ശിക്ഷിക്കപ്പെടണം എന്നാണെങ്കിലും വധിക്കപ്പെടണം എന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ, നിനക്കു വേണ്ടി എനിക്ക് യാതൊരു വിഷമവുമില്ല. അങ്ങനെയുള്ള ഒരാളെ ഞാൻ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യും. ഇനി ഒരു പക്ഷേ നിനക്കിഷ്ടമുള്ള ആരെങ്കിലും അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നതെങ്കിൽ, അതാണ് പറയുന്നത്, നിർധനൻ എത്രയും ഇഷ്ടൻ, നിനക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നിർധനനാണ് എങ്കിൽ ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ ധനികനാക്കാം. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരാളുടെ ദാരിദ്ര്യാവസ്ഥ കണ്ടിട്ടാണ് നിനക്ക് ഈ വിഷമമെങ്കിൽ അവനെ ഞാൻ ധനികനാക്കാം.
ഇനിയോ അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ, അതേസമയം ഏതെങ്കിലും ധനികനായിട്ടുള്ള ആളാണ് നിനക്ക് അപ്രിയം ചെയ്തതെങ്കിൽ, നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ, അവന്റെ എല്ലാ ധനവും ഇല്ലാതാക്കി അവനെ ദാരിദ്ര്യത്തിലേക്ക് അയക്കാനും എനിക്കൊരു മടിയുമില്ല. ഇനി വധ്യനെ, ഒരു പക്ഷെ വധിക്കാൻ നിശ്ചയിച്ചവനെ, അവനോടുള്ള നിനക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരാളെ വധിക്കണ്ട, അങ്ങനെ ആരോടെങ്കിലും സഹതാപമുണ്ടെങ്കിൽ നൂനം അവധ്യനാക്കിയിടുവൻ, അവനെ ഞാൻ കൊല്ലാതെ വിടാം. അതേസമയം ഏതെങ്കിലും അവധ്യനെ, അതായത് കൊല്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നിനക്ക് അപ്രിയം ചെയ്തിട്ടുണ്ടെങ്കിൽ വധ്യനാക്കിയിടാം, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടും ചെയ്യാം വേണ്ടുകിൽ അങ്ങനെയും ഞാൻ ചെയ്യാം. ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പറയാണ്, നൂനം നിനക്കധീനം മമ ജീവനം, എന്റെ ജീവൻ നിനക്ക് അധീനമാണ്, നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി പറയൂ മാനിനി, ഖേദിപ്പതിനെന്ത് കാരണം? ഇനിയെങ്കിലും പറയൂ, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ, ഇനി പറയൂ, എന്താ നിന്റെ സങ്കടത്തിന്റെ കാരണം? മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. ഒരു പക്ഷെ നിന്നേക്കാളും കുറച്ചുകൂടെ എനിക്ക് പ്രാണസമനായിട്ടുള്ളത്, എന്റെ പ്രാണനേക്കാൾ പ്രിയതമനായിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് എന്റെ മകനായ രാമനാണ്. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. സത്യം ചെയ്യാൻ പോവുകയാണ്. ഒന്നും ഇവിടെ കൈകേയിക്ക് പറയേണ്ടി വന്നില്ല, അതിനു മുമ്പേ സത്യം ചെയ്തു കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ രാമനാണ് സത്യം. അങ്കനാരത്നമേ ചെയ്വൻ തവ ഹിതം. അല്ലയോ സ്ത്രീരത്നമേ, ദേവി പറയൂ, നിന്റെ ഹിതം, നിനക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്വൻ. ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, നീ പറയൂ, ഒന്ന് പറയൂ, എന്താ നിന്റെ വിഷമം? അപ്പോൾ മന്ധര പറഞ്ഞിരുന്നു, ആദ്യം സത്യം ചെയ്തു വാങ്ങിക്കണം. ഒന്നും പറയേണ്ടി വന്നില്ല, ആദ്യം തന്നെ ദശരഥൻ സത്യം അങ്ങ് ചെയ്തു. അതും ആരെ പിടിച്ചാ സത്യം ചെയ്തത്? രാമനെ തന്നെ പിടിച്ച് സത്യം ചെയ്തു. അപ്പൊ പിന്നെ യുദ്ധം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ട് തെളിഞ്ഞവൾ. അപ്പൊ ഒന്ന് ഉഷാറായി, നേരെ ഇരുന്നു. കണ്ണുനീരും തുടച്ച് ഉത്ഥാനവും ചെയ്തു. ആ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്ന് മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. പതുക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അങ്ങ് സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ, അങ്ങ് ഒരു സത്യം ചെയ്താൽ അത് പാലിക്കും, അങ്ങനെയാണ് അങ്ങയുടെ പേര്. അങ്ങനെ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഒരു സത്യം എന്നോട് ചെയ്തുവല്ലോ, അത് നേരാണെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. എനിക്ക് പഥ്യമായിട്ടുള്ള കാര്യം ഞാനിതാ പറയാൻ പോകുന്നു. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൊടുത്തു, കാര്യം കേൾക്കുമ്പോൾ കാലുമാറരുത്, ഞാൻ പറയാൻ പോവുകയാണ്, വ്യർത്ഥമാക്കിയിടരുത്. ഇവിടെ ഇപ്പൊ കൈകേയി മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ സത്യം, അതുകൊണ്ടാണ്. അപ്പൊ എന്നോട് മാത്രമല്ലേ സത്യം ചെയ്തിട്ടുള്ളൂ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വാക്ക് മാറരുത്. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. ഇനി പറയാണ്, എങ്കിലോ പണ്ട് സുരാസുര ആയോധനെ, ദേവാസുര യുദ്ധത്തിൽ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. അങ്ങയുടെ എല്ലാ സങ്കടവും തീർത്ത് ഞാൻ രക്ഷിച്ചു. സന്തുഷ്ടചിത്തനായി അന്ന് ഭവാൻ മമ എനിക്ക് ചിന്തിച്ച് 2 വരങ്ങൾ നൽകിയില്ലയോ? ഓർമ്മയില്ലേ? വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ എന്നെങ്കിലും ചോദിക്കുമ്പോൾ ഇത് 2ഉം മടിക്കാതെ തരണമെന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. വെച്ചിരിക്കുന്നു ഭവാങ്കലത്, അന്ന് ഞാൻ അങ്ങയിൽ തന്നെ അത് നെസ്തമായിട്ട് വെച്ചിരുന്നു. 2 വരങ്ങൾ, ആ 2ഉം ഇച്ഛയുണ്ട്, ഞാനിതാ ആഗ്രഹിക്കുന്നു ഇന്ന് വാങ്ങിയിടുവാൻ ഭൂപതേ. രാജാവേ,
ഞാനിതാ ചോദിക്കാൻ പോവുകയാണ് ആ 2 വരങ്ങൾ. എന്നതിൽ ഒന്ന്, ആദ്യത്തെ വരം രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതന് ചെയ്യണം എന്നതും, പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഒരു സംശയവുമില്ലാതെ നേരെ അങ്ങ് പറഞ്ഞു. അത് മാത്രമല്ല, ഭൂപതിവീരൻ രാമൻ ജടാവൽക്കലം പൂണ്ട്. ഈ രാജവേഷങ്ങളോടുകൂടി ഒന്നും പോയാ പോരാ, ശരിക്കും ഒരു സന്യാസിയെ പോലെ ജടാവൽക്കലമൊക്കെ ധരിച്ച് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം, 14 വർഷം വാഴണം. എങ്ങനെ? എവിടെയും പോയിട്ട്, അവിടെ ഇഷ്ടംപോലെ മുനിമാരുണ്ട്, അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയിട്ട് അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊന്നും അവിടെ കഴിഞ്ഞാൽ പോരാ. മൂലഫലങ്ങൾ, അവിടെ ആ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പഴങ്ങളൊക്കെ ഭുജിച്ച് അങ്ങനെയൊക്കെ തികച്ചും ഒരു സന്യാസിയെ പോലെ, അല്ലയോ മഹീപതേ രാജാവേ, ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം, രാജാവായിട്ട് ഭരതനെയാക്കണം. രാമൻ ഉഷസി, പുലർച്ചെ തന്നെ വനത്തിന് പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്ന് മരണം എനിക്കില്ല നിർണയം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്ന് മരണം എനിക്കില്ല നിർണയം. അങ്ങ് ഈ വരം എനിക്ക് തരികയാണെങ്കിൽ ഇന്ന് എനിക്ക് മരണം ഉണ്ടാവുകയില്ല, അതായത് ഞാൻ ജീവിച്ചിരിക്കും. അതല്ല, അങ്ങ് തെറ്റിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കും എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ് കൈകേയി. എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. അപ്പോൾ തന്നെ കേൾക്കണ്ട താമസം മോഹാലസ്യപ്പെട്ടു വീണു. എങ്ങനെ വീണു എന്ന് പറയുന്നു? വജ്രമേറ്റ് അദ്രി പതിച്ച പോലെ. അദ്രി പർവ്വതം, പണ്ട് വളരെ പണ്ടുള്ള കാര്യമാണ്. ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നുവെന്നും അവ ഇങ്ങനെ തോന്നിയതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു, ആകാശത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചപ്പോ ആളുകൾക്ക് നടക്കാൻ സാധിക്കാതെയായി. അങ്ങനെ ഇന്ദ്രൻ ആ പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞു. അരിഞ്ഞ നിമിഷം, ആ വജ്രം കൊണ്ടാണ് ചിറകരിഞ്ഞത്, വജ്രായുധം കൊണ്ട്. അപ്പോൾ തന്നെ എല്ലാ പർവ്വതങ്ങളും താഴെ ഭൂമിയിലേക്ക് പതിച്ചു. അപ്പൊ അങ്ങനെ ആ പതിക്കുന്നതിന്റെ അത്രയും വേഗത, ആ വേഗതയിൽ, അത്രയും വേഗതയിലാണ് ഇവിടെ ദശരഥനും വജ്രമേറ്റ് അദ്രിപതിച്ച പോലെ ഭുവി സജ്വരചേതസ, ജ്വരം ബാധിക്കുക, അതായത് അത്രയും കഠിനമായ വേദനയോടുകൂടി വീണിതു ഭൂപനും, താഴെ അവിടെ നിലത്തു വീണു. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത്, കുറച്ചു നേരം അങ്ങനെ ബോധരഹിതനായിട്ട് കിടന്ന് തനിയെ രാജാവ് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ കുറച്ചു നേരം ആ ഒരു അബോധാവസ്ഥയിലായതുകൊണ്ട് വെറുതെ മോഹിക്കുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടതായിരിക്കണമേ. അങ്ങനെ കണ്ണുനീർ വാർത്ത് വിറച്ചുകൊണ്ട്, പിന്നീട് കൈകേയിയെ കാണുമ്പോൾ രാജാവിന് പേടി. അതാണ് വിറച്ചുകൊണ്ട് നൃപാധിപൻ ചോദിക്കുകയാണ്, ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ഇതെന്തൊരു കഷ്ടമാണ് ഭഗവാനെ. ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ, ഞാൻ ദുസ്വപ്നം കണ്ടതാണോ? ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ, അതോ എന്റെ ചിത്തത്തിന് എന്തെങ്കിലും ഭ്രമം സംഭവിച്ചോ? മൃത്യു സമയം ഉപസ്ഥിതമാകയോ, എന്റെ മരണമടുത്തുവോ? കിം ഏതൽ കൃതം ശങ്കര, ഇതെന്തൊരു കഷ്ടമാണ് ശിവനെ, ദൈവമേ. പങ്കജലോചന, അല്ലയോ ഭഗവാനെ, ഹാ പരബ്രഹ്മമേ. ഇങ്ങനെ വിളിച്ച് കരയുകയാണ്, ഈശ്വരനെ വിളിച്ച് കരയുകയാണ്. ആ സമയത്ത് കൈകേയിയെ നോക്കിയ രാജാവിന് തോന്നിയത് വ്യാഘ്രിയെ പോലെ എന്നാണ്. ഒരു പെൺപുലി, പെൺകടുവയോ അങ്ങനെയൊക്കെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായിട്ടുള്ള,
ആ ഒരു ദുഷ്ടബുദ്ധിയായിട്ടുള്ള കൈകേയി തന്മുഖം. ആകെ ഒരു രാജാവ് പേടിച്ചു വിറക്കുകയാണ് കൈകേയിയെ കണ്ടിട്ട്. നോക്കി നോക്കി ഭയം പൂണ്ട് ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവം ഉര ചെയ്തു. അങ്ങനെ വാക്കുകൾ വരുന്നില്ല. അങ്ങനെ ചോദിക്കുകയാണ്, എന്തിവണ്ണം പറയുന്നത് ഭദ്രേ നീ, എന്ത് നിന്നോട് പിഴച്ചിതു രാഘവൻ? രാമൻ എന്ത് പിഴച്ചു നിന്നോട്? മൽപ്രാണഹാനികരമായ വാക്ക്, എന്റെ പ്രാണനെ എടുക്കുമെന്ന് നിനക്കറിയാമല്ലോ. രാമൻ എനിക്കെത്ര പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ ഇപ്പോൾ ഉര ചെയ്വതിന് എന്ത് കാരണം? എന്ത് പറ്റി നിനക്ക്? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ച് രാമന്റെ ഗുണങ്ങളൊക്കെ എത്ര എത്ര തവണ മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എത്രയോ തവണ നീ എന്നോട് രാമനെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ കൈകേയി. മാത്രമല്ല എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നുവരെ കൗസല്യയോടും എന്നോടും, ഇത് കൈകേയി പറഞ്ഞ വാക്കുകൾ, ഒരു ഭേദവും രാമനില്ല എന്ന് പോലും നീ പറഞ്ഞിട്ടുണ്ടല്ലോ കൈകേയി. എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു, നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം? അവസാനം തന്റെ ആ സത്യം പാലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ഒരു എന്താണ് ഇളവിനു വേണ്ടി രാജാവ് അഭ്യർത്ഥിക്കുകയാണ്. നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ, രാജ്യം ഭരതന് തരാം. ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ? രാമനെ പറഞ്ഞയക്കണമോ? രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാക. രാമൻ ഒന്നും ചെയ്യില്ല. ശ്രീരാമചന്ദ്രൻ, എന്റെ മകൻ രാമൻ, അവൻ ഒരു ശല്യവും ഉണ്ടാക്കില്ല. ഒരു ഭയവും നിങ്ങൾക്ക് അവനെ കൊണ്ടു വേണ്ട. ഭൂമിപതിയായി ഭരതനിരുന്നാലും ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണ് മഹീപാലനും കൈകേയിയുടെ കാല് പിടിച്ച് കരയുകയാണ്. എന്നാലോ കൈകേയി നേത്രങ്ങളും ചുവപ്പിച്ച് കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. എന്നാൽ കൈകേയിയുടെ മനസ്സ് അത്രയധികം അങ്ങനെ അത്രയധികം സ്വാർത്ഥത അങ്ങോട്ട് നിറഞ്ഞുപോയി. തിരിച്ച് രാജാവിനോട് ചോദിക്കുകയാണ്, ഭ്രാന്തൻ എന്നാകയോ ഭൂമിപതേ ഭവാൻ, ഇതെന്താണിത്? അങ്ങിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ? എന്താ അങ്ങിതിങ്ങനെ ചെയ്യുന്നത്? അങ്ങ് സത്യം ചെയ്തതാണ്, രാമനെ പിടിച്ച് സത്യം ചെയ്തതാണ്. അതിൽ നിന്ന് ഒരു വാക്ക് തെറ്റിച്ചാൽ പോലും ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. അങ്ങയുടെ പേര് തന്നെ സത്യപാലൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 വരങ്ങളും അതുപോലെ വേണം. പങ്കജനേത്രനാം രാമൻ ഉഷസ്സിന് ശങ്കാവിഹീനം, ഒരു സംശയവും വേണ്ട, ഒരു ഇളവുമില്ല. വനത്തിന് പോകായെങ്കിൽ, അങ്ങനെ പോകുന്നില്ല എങ്കിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം, അങ്ങയുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്റെ ജീവനെ കളയും, ഒരു സംശയവും വേണ്ട. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. അങ്ങ് പേര് കേട്ടത് സത്യസന്ധനാണ്. രാജാ ദശരഥൻ എന്നുള്ള അങ്ങയുടെ കീർത്തി രക്ഷിക്കണം. അങ്ങ് സാധുമാർഗത്തെ, ആ ഒരു സത്യസന്ധനായിട്ടുള്ള ആ ഒരു മാർഗം, സത്യമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട, വെറുതെ നരകദുഃഖം വാങ്ങിച്ചു കൂട്ടേണ്ട രാജാവേ. അങ്ങ് രാമോപരി ഭവാൻ ചെയ്ത ശപഥം, രാമനെ പിടിച്ചാണ് അങ്ങ് ശപഥം ചെയ്തത്. ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടല, അതിനെ മിഥ്യയാക്കരുത് രാജാവേ. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും, കൈകേയിയുടെ ഈ ഒരു ശാഠ്യം, അതും അപ്പോൾ ഉറപ്പായിട്ടും രാമനെ തനിക്ക് പിരിയേണ്ടി വരും എന്ന് ഉറപ്പിച്ച് ചിന്തിച്ച് ദുഃഖസമുദ്രേ നിമഗ്രനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. വീണ്ടും രാജാവ് മോഹാലസ്യപ്പെട്ടു വീണു.
പിന്നെ ഇടക്ക് ഉണരും, പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ എന്റെ രാമൻ എന്റെ രാമൻ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിത്തു വത്സര തുല്യയായി. അപ്പൊ ഇതൊക്കെ ആ രാത്രിയാണ്. പിറ്റേന്ന് നേരം പുലരുന്നതിന് തൊട്ടു മുൻപെയാണ് ഈ സംഭവങ്ങൾ. അപ്പോ രാവിലെ തന്നെ ഇതൊന്നും ആരും അറിയുന്നില്ല, ഇതൊക്കെ അന്തഃപുരത്തിനുള്ളിൽ നടന്ന സംഭവമാണ്. ചെന്നാൻ അരുണോദയത്തിന് സാദരം. അരുണോദയം, ആ ഉഷസ്സിന്റെ കുറച്ചു മുമ്പ് തന്നെ സാദരം വന്ദികൾ, ഗായകന്മാര് വരും രാജാവിനെ ഉണർത്താൻ. അങ്ങനെ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയശബ്ദേന, ജയ ജയ ദശരഥ മഹാരാജാവ് ജയിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സംഗീത ഭേദങ്ങൾ എന്നിവയെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാർ. ഇങ്ങനെ വന്ന് അവിടെ ആ കവാടത്തിൽ, ആ വാതിലിന്റെ പുറത്ത് നിന്നിങ്ങനെ രാജാവിനെ വിളിച്ച് ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഉള്ളിലുണ്ടായ കോപേന കൈകേയിക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് വിറച്ചിട്ട് കൈകേയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്തു. പൊയ്ക്കൊള്ളണം എല്ലാവരും എന്നും പറഞ്ഞ് അവരെയൊക്കെ ആട്ടിപ്പായിച്ചു. ഇതൊക്കെ കണ്ടിട്ട് ആളുകളാകെ പേടിച്ചുപോയി. വന്നവര് ആകെ പേടിച്ചു. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും, ഇതെന്ത് പറ്റി, ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. അങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് പോയി. എന്നാൽ ഇതൊന്നും അറിയാതെ പുറത്ത് അഭിഷേകത്തിനുള്ള കോലാഹലം നടക്കുകയാണ്. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ആളുകളൊക്കെ അങ്ങനെ കൂടി വരികയാണ്. ഭൂമിദേവന്മാർ, ബ്രാഹ്മണന്മാർ, ഭൂമിപാലന്മാർ, ക്ഷത്രിയന്മാർ, ഭൂമിസ്പൃശ എന്നാൽ വൈശ്യന്മാർ, വൃഷലാദി എന്നാൽ ശൂദ്രന്മാർ. അപ്പൊ 4 വർണ്ണങ്ങളിലുള്ള ആളുകളും വന്നു. താപസവർഗം, കന്യകാവൃന്ദം, അതുപോലെ ശോഭ തേടുന്ന വെൺകൊറ്റക്കുട, തഴ, ചാമരം, താലവൃന്ദം, കൊടി തോരണം. ഇതൊക്കെ സുമന്ത്രരോട് എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ചാമീകരാഭരണം, സ്വർണാഭരണങ്ങൾ അതുകൊണ്ട് അലങ്കരിച്ച അലങ്കാരവും, അതുപോലെ വാരണ, വാജി, രഥങ്ങൾ, പദാതി. അപ്പോ വാരണം ആന, വാജി കുതിര, രഥം, പിന്നെ പദാതി കാലാൾ. അപ്പോ ആ ചതുരംഗസേന എന്നർത്ഥം. അതുപോലെ വാരനാരീജനം, കുലസ്ത്രീകളും അല്ലാതെയുള്ള അവിടെ നാരീജനം വന്ന് ഇവിടെ ഇങ്ങനെ താലം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവരും വന്നു. പൗരജനങ്ങളും ഒപ്പം ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം, രാമൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വർണവും രത്നവും പതിച്ച ഉജ്ജ്വലമായ ദിവ്യസിംഹാസനം, ഹേമകുംഭങ്ങൾ, സ്വർണകുംഭങ്ങൾ, ശാർദൂല ചർമ്മം, പുലിത്തോൽ, മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ, എന്തൊക്കെയാണോ വസിഷ്ഠൻ പറഞ്ഞത് എല്ലാം കുറ്റമൊഴിഞ്ഞ് ഒന്നും കുറവ് വരാതെ ആശു സംഭരിച്ചിടിനാർ. എല്ലാം സുമന്ത്രർ വേണ്ട വിധത്തിൽ ചെയ്തു വച്ചിരുന്നു. അങ്ങനെ സ്ത്രീ ബാലവൃദ്ധ അവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി. അപ്പൊ ഈ വന്ന് പുരവാസികളുടെയൊക്കെ തലേ ദിവസത്തെ ആ രാത്രിയിലുള്ള അവരുടെ ആ ഒരു ആഹ്ലാദ തിരതള്ളലിനെ കുറിച്ച് പറയുകയാണ്. എല്ലാ പുരവാസികളും ആബദ്ധ കൗതൂഹലം, കാരണം കുറെ നാളായിട്ട് രാമനെ ഇതേപോലെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കൗതുകം, ആ അഭിഷേകമൊക്കെ എങ്ങനെ ഇരിക്കും എന്ന ആ ഒരു കൗതുകം, ആ ഒരു ആനന്ദ അബ്ധിയിൽ, സന്തോഷത്തിൽ അങ്ങനെ നിമഗ്നരായി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം നടക്കാൻ പോകുമ്പോ ഉറക്കം വരില്ല. അതാണ് രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസ്സേ ചീർത്ത പരമാനന്ദത്തോട്. ആഹ്ലാദം അത്യധികമായാലും ദുഃഖം അത്യധികമായാലും ഉറക്കം വരില്ല. അങ്ങനെ അവർ ചിന്തിച്ചതിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞ് അതിരമ്യ മകരായുധ മണികുണ്ടലം, ആ രത്നം കിരീടമൊക്കെ അണിഞ്ഞ് രമ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മകരകുണ്ടലം, മണികുണ്ടലം മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ആ ഒരു കർണാഭരണങ്ങളും, അപ്പൊ ആ കർണാഭരണങ്ങളുടെ സമ്മുഗ്ധ ശോഭിതം, ആ ഒരു മനോഹരമായിട്ടുള്ള തിളക്കം കൊണ്ട്
ശോഭിത ഗണ്ഡസ്ഥലം, ആ ഒരു കവിൾത്തടം അങ്ങനെ ശോഭിക്കും. അതും പുണ്ടരീകച്ഛത ലോചന ഭംഗി, താമരക്കണ്ണൻ എപ്പോഴും പറയുന്നതാണ്. താമരയുടെ ഇതളിന് സമാനമായിട്ടുള്ള കണ്ണുകൾ. പുണ്ടരീക അരാതി, താമരയുടെ ശത്രു. താമര കൂമ്പുന്ന സമയത്താണ് ചന്ദ്രൻ ഉദിക്കുക. അതുകൊണ്ടിവിടെ ചന്ദ്രനെ താമരയുടെ ശത്രുവായിട്ട് പറയുകയാണ്. അപ്പോ പുണ്ടരീക അരാതി മണ്ഡലം എന്നാൽ ചന്ദ്രമണ്ഡലം. ആ ചന്ദ്രമണ്ഡലത്തിന് തുല്യമായി തിളങ്ങുന്ന തുണ്ടം, വദനം, മുഖം. ചന്ദ്രിക സുന്ദര മന്ദസ്മിതം, നല്ല നിലാവ് പോലെയുള്ള ചിരി. കുന്തമുകുള സമാന ദന്തം, കുന്തം മുല്ലപ്പൂ, മുകുളം മൊട്ട്, മുല്ലമൊട്ടിന് സമാനമായ പല്ല്. ബന്ധൂകസൂന സമാന അധരാഭ, ബന്ധൂകസൂനം എന്നാൽ ചുവപ്പ് നിറമുള്ള ഒരു പുഷ്പം. അത് ചെമ്പരത്തി ആവാം, അല്ലാതെ വേറെയും ചില പുഷ്പങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ചുവപ്പ് പുഷ്പത്തിന് സമാനമായ ആ ഒരു അധരം, ചുണ്ടിന്റെ ചുവപ്പ്, അത്രയും പ്രകാശം. കന്ധരരാജിതം, കന്ധരം കഴുത്ത്, കഴുത്തിൽ അങ്ങനെ വിളങ്ങുന്ന കൗസ്തുഭരത്നവും. ബന്ധുരാഭം, ബന്ധുരം വളരെ മനോഹരമായിട്ടുള്ള തിരുമാറും ഉദരവും, ആ ഒരു വിരിഞ്ഞ മാറും ഉദരം, നല്ല ഒതുങ്ങിയ ഉദരവും. സന്ധ്യ അഭ്രസന്നിഭം, സന്ധ്യാനേരത്തുള്ള അഭ്രം, മേഘത്തിന് സന്നിഭം തുല്യമായിട്ടുള്ള പീതാംബരപ്പട്ട്. അപ്പൊ അതിന്റെ അതേ നിറമാണല്ലോ പീതാംബരം. ആ പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികൾ, നല്ല അലങ്കരിച്ച സ്വർണമൊക്കെ ഇങ്ങനെ കിലുങ്ങുന്ന അരഞ്ഞാണം. കാഞ്ചന കാഞ്ചികൾ, പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും. തനുമധ്യവും, നല്ല അരക്കെട്ട്. കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ട് കൂപ്പിയിടും ഊരുകാണ്ഡങ്ങളും. ഊരു എന്നാൽ തുട. അപ്പൊ തുടയുടെ ആകൃതി തന്നെ തുമ്പിക്കൈ പോലെയാണ്. അപ്പൊ അതുപോലെ ഉള്ള തുടയോടുകൂടിയ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു മനോഹാരിത കൊണ്ട് കുംഭികുലോത്തമൻ, ആനകൾ പോലും അവരുടെ തുമ്പിക്കരം കൊണ്ട് എന്താണ് തോറ്റുപോവുക എന്ന് പറയില്ലേ, ആ സൗന്ദര്യത്തിന് മുമ്പിൽ തോറ്റുപോവുക, അങ്ങനെ നമിച്ചു പോവുക. അങ്ങനെ ആ ആനകൾ പോലും നമിച്ചു പോകുന്ന സുന്ദരമായ ആ തുടകളോടുകൂടിയതും. ഇനി കുംഭീന്ദ്ര മസ്തക സന്നിഭ ജാനു, ജാനു കാൽമുട്ടുകൾ. ആ മുട്ടിനെ ഉപമിക്കുന്നത് ഇതേപോലെ ആനയുടെ മസ്തകത്തിന് തുല്യമായിട്ടാണ്. ആ രണ്ട് മസ്തകത്തിന് തുല്യമായിട്ടുള്ള ആ ഒരു കാൽമുട്ടിനോടുകൂടിയും. അംഭോജ ബാണ നിഷങ്കാഭ ജംഘ, ജംഘ എന്നാൽ ആ ഒരു കാൽവണ്ണ. ആ കാൽവണ്ണ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അംഭോജബാണൻ, അംഭോജം താമര, താമര ബാണമായിട്ടുള്ളത് കാമദേവൻ. കാമദേവന്റെ നിഷംഗം എന്നാൽ ആ ഒരു തൂണീരം, ഈ അമ്പ് വെക്കുന്ന ആ ഒരു ആവനാഴി, ആ ആവനാഴി പോലെ മനോഹരമായിട്ടുള്ള ജംഘ, കാൽവണ്ണ. ഇനി ഭഗവാന്റെ പാദത്തിന്റെ പുറവടി, ആ പുറം ഭാഗം കമ്പം കലർന്നു കമഠപ്രവരൻ. കമഠം ആമ, ആമയുടെ പുറംഭാഗം പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന, അപ്പൊ ആ ആമ പോലും കുമ്പിടുന്നൊരു പുറവടി ശോഭയും. അപ്പൊ അതിനേക്കാൾ ഭംഗിയുള്ളത് എന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കുമ്പിടുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്, കാലിന്റെ പുറവടി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഇനി ഭഗവാന്റെ പാദ അടിഭാഗം അംഭോജതുല്യമാം അംഘ്രിതലങ്ങൾ, താമര പോലെ മനോഹരമായിട്ടുള്ള ആ പാദതലങ്ങളും. ഒപ്പം ജംഭാരി രത്നം തൊഴും തിരുമേനിയും, ഇങ്ങനെ എല്ലാം കൊണ്ടും മനോഹരം. ഒപ്പം പറയുകയാണ് ജംഭാരി. ജംഭൻ എന്ന അസുരന്റെ ശത്രുവാണ് ദേവേന്ദ്രൻ. അതുകൊണ്ട് ദേവേന്ദ്രന്റെ മറ്റൊരു പേരാണ് ജംഭാരി. ഈ ജംഭാരിയുടെ രത്നം എന്നാൽ ഇന്ദ്രനീലക്കല്ല്. ഇന്ദ്രനീല കല്ലുപോലും തോറ്റുപോകും, അതാണ് തൊഴും എന്ന് പറയുന്നത്. തോറ്റുപോകുന്ന അത്രയും തിളങ്ങുന്ന ഇന്ദ്രനീലക്കല്ലിന്റെ നിറമാണ് ഭഗവാന്. അപ്പൊ അങ്ങനെയുള്ള തിരുമേനിയും, ആ തിരുമേനി മുഴുവൻ ഹാര കടക വലയ അങ്കുലീയാദി, ഹാരം, മാലകൾ,
കടകം, തോൾവള, വലയം, കൈവള, അങ്കുലീയം, മോതിരം, ചാരുതര ആഭരണ ആവലി, എത്രയാണെന്നറിയാതെ അത്രയും ആഭരണങ്ങൾ ഒക്കെ പൂണ്ടിട്ട് ആ വാരണവീരൻ ഗജവീരന്റെ പുറത്ത് കഴുത്തിൽ തിറത്തോട്, അങ്ങനെ ആ ഗാംഭീര്യത്തോടുകൂടെ കൂടെ ഗൗരാതപത്രം ധരിച്ച്, ഗൗരം വെളുത്ത, ആതപത്രം കുട, വെൺകൊറ്റ കുട ധരിച്ച് അരികെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും. അപ്പൊ അഭിഷേകം കഴിഞ്ഞ് ഉള്ള ആ ഒരു വരവിനെ കുറിച്ച് ഇവർ എത്രയോ നാളായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മുത, ആ ലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ മുതാ കാണായി വരുന്നു, നമുക്ക് കാണാമല്ലോ എന്ന്. നമുക്കിനി എന്നിതം, നമുക്ക് എപ്പോഴാ ഇനി കാണാൻ പറ്റുക, അതായത് ഈ അഭിഷേകം എന്ന് നടക്കുമെന്ന് മാനസതാരിൽ കൊതിച്ച, എത്രയോ കാലമായിട്ട് കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ, ഇനിയിപ്പോ ഇതാ ഒരു കുറച്ചു നേരം കൂടിയേ വേണ്ടൂ, അത് കഴിഞ്ഞാൽ നമുക്ക് രാമനെ ആ ക്ഷോണീപതിയായിട്ട്, രാജാവിന്റെ, അതായത് യുവരാജാവായിട്ട്, ക്ഷോണീപതിയായിട്ട് രാമനെ, യുവരാജാവായിട്ട് രാമനെ കാണായി വരും. പ്രഭാതേ, രാവിലെ ആവാൻ ഇനി കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. ബത്ത നിർണയം, തീർച്ചയായും കാണാമല്ലോ. അതിന്റെ സന്തോഷാധിക്യം. അതുകൊണ്ട് തന്നെ രാത്രിയാം രാക്ഷസി, ഈ രാത്രി ഒന്ന് കഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ചീർത്ത വിഷാദം, അത് രാത്രി കഴിയാത്തത് കൊണ്ടുള്ള വിഷാദം. അതേസമയം വിഷാദമോട് ഔത്സുക്യം ഉൾക്കൊണ്ട് അതേപോലെ തന്നെ ആവേശവും ഉണ്ട്. ഇങ്ങനെ മാർത്താണ്ഡദേവനെ കാണാഞ്ഞ് കിടക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ നോക്കുകയാണ്, സൂര്യൻ ഉദിച്ചോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് പാർത്താനന്ദപൂർണ അമൃത ആബ്ധിയിൽ, ആ ആനന്ദ അമൃതത്തിന്റെ ആ ഒരു സാഗരത്തിൽ അങ്ങനെ വീണ് മുഴുകിയും പിന്നെയും പൊങ്ങിയും, അതായത് ആ സന്തോഷാധിക്യം അങ്ങനെ കാണിക്കുകയാണ്. ഇങ്ങനെ വാണിയിടിനാർ പുരവാസികളാദരാൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നു തലേന്ന് രാത്രി അവരിങ്ങനെ കഴിച്ചുകൂട്ടിയത് എന്ന് പറയുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.